ഈ വർഷം റമദാൻ അവസാനപത്തിൽ 20 ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് മക്കയിലെത്തിയത്. ഇതിൽ 80% സന്ദർശകരും ഇതിനകം യാത്രയായെന്നാണ് കണക്ക്. ശവ്വാൽ പകുതിയോടെ ഉംറ സീസൺ അവസാനിക്കുന്നതിനാൽ അവശേഷിക്കുന്ന വിദേശ തീർത്ഥാടകർ നിശ്ചിത സമയത്തിനകം തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. 100 കണക്കിന് ബസ്സുകളാണ് വിവിധ രാജ്യക്കാരായ തീർത്ഥാടകരെയും വഹിച്ച് മക്കയിൽ നിന്ന് മദീനയിലേക്കും ജിദ്ദ വിമാനത്താവളത്തിലേക്കും സർവീസ് നടത്തുന്നത്. ഹറമിലും പരിസരത്തും ഇപ്പോൾ തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. തീർത്ഥാടകരുടെ തിരിച്ചുപോക്ക് കണക്കിലെടുത്ത് ജിദ്ദ വിമാനത്താവളത്തിൽ വിവിധ വകുപ്പുകൾക്ക് കീഴിൽ വിപുലമായ സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിമാന ഷെഡ്യൂൾ കൃത്യപ്പെടുത്തുന്നതിനും വിമാനത്താവളത്തിൽ തിരക്കൊഴിവാക്കാനും സിവിൽ ഏവിയേഷൻ, ഹജ്ജ് മന്ത്രാലയം എന്നിവയുമായി സഹകരിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വിമാന ബുക്കിംഗ് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ടെർമിനലകത്തേക്ക് തീർത്ഥാടകരെ കടത്തിവിടുന്നുള്ളൂ. റമദാൻ 23 മുതൽ തന്നെ ഹജ്ജ് ടെർമിനലിലെ 14 ഹാളുകൾ മടക്കയാത്രക്കായി മാറ്റിയിട്ടുണ്ട്. 54 സ്ഥിരം കൗണ്ടറുകളടക്കം നടപടികൾ പൂർത്തിയാക്കാൻ 104 കൗണ്ടറുകൾ ഒരുക്കിയിട്ടുണ്ട്. എമിഗ്രേഷൻ നടപടികൾ എളുപ്പമാക്കാൻ നൂതന സംവിധാനങ്ങളോടെയുള്ള 70ഓളം കൗണ്ടറുകൾ പാസ്പോർട്ട് വകുപ്പിന് കീഴിലും പ്രവർത്തിക്കുന്നുണ്ട്. മദീനയിലെ അമീർ മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് വിമാനത്താവളം വഴിയും തീർത്ഥാടകരുടെ തിരിച്ചുപോക്ക് തുടരുകയാണ്. ഉംറ തീർത്ഥാടകർ ഒഴിവാകുന്നതോടെ മുഴുവൻ വകുപ്പുകളും പൂർണ്ണമായും ഹജ്ജിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കും. മീഡിയ 1, ജിദ്ദ. വൈദ്യുതി ഉപഭോഗത്തിൽ ഗണ്യമായ കുറവ് വരുത്തി ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി ഓഫീസുകൾ മാതൃകയായി. കഴിഞ്ഞ വർഷം 12% വൈദ്യുതിയാണ് ദീവ ഓഫീസുകളിൽ ലാഭിച്ചതെന്ന് ഔദ്യോഗിക വക്താവ് അറിയിച്ചു. ഉപഭോക്താക്കളെ ബോധവൽക്കരിക്കുന്നതിനൊപ്പം സ്വന്തം ഓഫീസുകളിൽ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ തയ്യാറായതിനാലാണ് ഇത്രയും വൈദ്യുതി ലാഭിക്കാൻ കഴിഞ്ഞതെന്ന് ദീവ അധികൃതർ വിശദീകരിച്ചു. എയർ കണ്ടീഷണർ 27 ഡിഗ്രിയിൽ നിന്ന് 24 ഡിഗ്രി സെൽഷ്യസിലേക്ക് കുറയ്ക്കുക, ഓഫീസ് സമയം കഴിഞ്ഞാൽ വൈദ്യുതി ഉപകരണങ്ങൾ ഓഫാക്കുക തുടങ്ങിയ മാർഗങ്ങളാണ് വൈദ്യുതി ഉപഭോഗം കുറക്കാൻ ദീവ സ്വീകരിച്ചത്. ഇനി ഇന്നത്തെ സ്വർണ്ണവിലയും വിനിമയ നിരക്കും. തെറ്റുകൾ വരുത്തിയ ഖുർആൻ പ്രതികൾ കണ്ടെത്തി പിടിച്ചെടുക്കാനും അവ വിതരണം ചെയ്യുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്ന ഉറവിടങ്ങൾ അന്വേഷിച്ച് നടപടിയെടുക്കാനും മക്ക ഗവർണർ അബ്ദുള്ള ആഹ്വാനം ചെയ്തു. ജിദ്ദ കേന്ദ്രീകരിച്ച് ഇത്തരം ഖുർആൻ പ്രതികൾ വൻ വിലയ്ക്ക് വിറ്റൊഴിക്കുന്നതായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണറുടെ ആഹ്വാനം. ഇതിനായി പ്രവിശ്യയിലെ പോലീസ് വിഭാഗം, ഇസ്ലാമികാര്യ ഔക്കാഫ് വകുപ്പ്, വ്യവസായ മന്ത്രാലയം, ഇൻഫർമേഷൻ മന്ത്രാലയം തുടങ്ങിയവയുടെ പ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന സമിതിക്കും രൂപം നൽകാൻ ഗവർണർ ആഹ്വാനം നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും പരിശോധനയും ഈ സമിതിയുടെ ചുമതലയായിരിക്കും. അങ്കമാലി തുറവൂർ മാർ അഗസ്റ്റിൻ സ്കൂളിലേക്കുള്ള പ്ലസ് 2 പ്രവേശന നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. മാനദണ്ഡങ്ങൾ മറികടന്നാണ് പ്ലസ് 2 അനുവദിച്ചതെന്ന് കാണിച്ച് മറ്റൊരു സ്കൂൾ നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് സ്റ്റേ. കേസ് ഹൈക്കോടതി പിന്നീട് പരിഗണിക്കും. അങ്കമാലിയിലെ തുറവൂർ സെന്റ് ജോസഫ് സ്കൂൾ മാനേജ്മെന്റ് നൽകിയ ഹർജിയിന്മേലാണ് ഹൈക്കോടതിയുടെ നടപടി. മാനദണ്ഡങ്ങൾ മുഴുവൻ പാലിച്ചിട്ടും തങ്ങൾക്ക് പ്ലസ് 2 അനുവദിച്ചില്ലെന്നായിരുന്നു ഹർജിയിലെ പരാതി. 2 സ്കൂളുകളുടെയും മുഴുവൻ രേഖകളും ഹാജരാക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. ഏതാനും സ്കൂളുകൾ നൽകിയ ഹർജിയിൽ പ്ലസ് 2 അനുവദിച്ചതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ രേഖകളും ഹാജരാക്കാൻ ഹൈക്കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ രേഖകൾ ഹാജരാക്കാൻ സർക്കാർ കൂടുതൽ സമയം ആവശ്യപ്പെട്ടു. തുടർന്ന് കേസ് ഈ മാസം 11-ാം തീയതിയിലേക്ക് മാറ്റി. മീഡിയ 1, കൊച്ചി. പ്ലസ് 2 സ്കൂളുകൾ അനുവദിച്ചതിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് MES പ്രസിഡന്റ് ഫസൽ ഗഫൂർ. മുഖ്യമന്ത്രിക്ക് നൽകിയ 6 ആവശ്യങ്ങളിൽ ഒന്നുപോലും പരിഗണിച്ചില്ല. VM സുധീരൻ വിഷയത്തിൽ ഇടപെടണമെന്നും ഫസൽ ഗഫൂർ കോഴിക്കോട്ട് പറഞ്ഞു. മുഖ്യമന്ത്രി അത് വാങ്ങിച്ചു വെച്ചു, ഞാൻ പരിഹരിക്കാം. മുഖ്യമന്ത്രി ഞാനായിട്ട് പണ്ടേ അറിയുന്ന ഒരാളാണ്, ലോഹിയൊക്കെ പറഞ്ഞ് തിരിച്ചു നോക്കുള്ളൂ. പക്ഷേ ഇപ്പോൾ ലിസ്റ്റ് അത് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ലിസ്റ്റ് അത് തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതൊന്നും അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് കോടതിയിൽ പോകാതിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഇവിടെ വെച്ചിട്ടൊന്നും തീരുവില്ല. ഞങ്ങളിത് സംഭവം സുപ്രീം കോടതി വരെ കൊണ്ടുപോകും. അതുകൊണ്ട് ഞാൻ സുധീരൻ്റെ റെസ്പോൺസ് കൂടി ഞാൻ പ്രതീക്ഷിക്കണം. ഞാൻ അദ്ദേഹത്തെ ഫോണിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കും. സർക്കാർ സ്കൂളുകളിലെ പുതിയ പ്ലസ് 2 ബാച്ചുകളിൽ അധ്യാപക ബാങ്കിൽ നിന്നുള്ള അധ്യാപകരെ നിയമിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ വാഗ്ദാനം പാഴ്വാക്കാകുന്നു. അധ്യാപക ബാങ്കിൽ നിന്ന് നിയമിക്കണമെന്ന കാര്യം ഇന്നലെ പുറത്തിറങ്ങിയ ഉത്തരവിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അധ്യാപക ബാങ്ക് രൂപീകരണം പൂർത്തിയാകാത്തതിനാൽ പ്രായോഗിക തടസ്സങ്ങളും നിലനിൽക്കുന്നു. സർക്കാർ സ്കൂളുകളും ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തേണ്ടി വരുമെന്ന് ചുരുക്കം. മീഡിയ 1 എക്സ്ക്ലൂസീവ്. പുതിയ പ്ലസ് 2 സ്കൂളുകളും ബാച്ചുകളും അനുവദിച്ചപ്പോൾ അധ്യാപക നിയമനത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ വാഗ്ദാനം ഇങ്ങനെയായിരുന്നു. ഗസ്റ്റ് ലെക്ചേഴ്സ് ആയിരിക്കും ഈ പുതിയ ബാച്ചുകളിലെല്ലാം.
ഗവൺമെൻറ് സ്കൂളുകളിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകർ ഇന്ന് അധ്യാപക ബാങ്കുകളുണ്ട്, അവരുടെ സേവനമായിരിക്കും ഉപയോഗിക്കുന്നത്. എന്നാൽ ഇന്നലെ പുറത്തിറങ്ങിയ ഉത്തരവിൽ അധ്യാപക ബാങ്കിൽ നിന്നുള്ള നിയമനത്തെക്കുറിച്ച് മിണ്ടാട്ടമില്ല. ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപക നിയമനം നടത്തുമെന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. സർക്കാർ സ്കൂളുകളായതിനാൽ പ്രത്യേകം സൂചിപ്പിക്കേണ്ടതില്ലെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിശദീകരണം. എന്നാൽ അധ്യാപക ബാങ്ക് രൂപീകരണം ഇനിയും പൂർത്തിയായിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം. അധ്യാപകരുടെ പുനർവിന്യാസവും പൂർത്തിയായിട്ടില്ല. ഇതൊന്നും പരിഗണിക്കാതെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. അധ്യാപക ബാങ്കിലേക്ക് ഉൾപ്പെടേണ്ട നിരവധി അധ്യാപകർ ജോലിയില്ലാതെ ശമ്പളം കൈപ്പറ്റുമ്പോഴും സർക്കാർ സ്കൂളുകൾ ദിവസവേതനത്തിൽ അധ്യാപകരെ നിയമിക്കേണ്ടി വരുമെന്ന് ചുരുക്കം. ഇതോടെ +2 പാക്കേജ് സംബന്ധിച്ച സർക്കാരിന്റെ ഒരു വാഗ്ദാനം കൂടി പാഴാവുകയാണ്. മുഹമ്മദ് അസ്ലം, മീഡിയ 1, തിരുവനന്തപുരം. വൈദ്യുതി ബോർഡിന്റെ കമ്പനിവൽക്കരണത്തിന്റെ ഭാഗമായി ത്രികക്ഷി കരാർ നിലവിൽ വന്നു. സർക്കാരും KCB കമ്പനി ലിമിറ്റഡും തൊഴിലാളി യൂണിയനുകളും തമ്മിലാണ് കരാറിൽ ഏർപ്പെട്ടത്. CITU, INTUC യൂണിയനുകൾ കരാർ അംഗീകരിച്ചപ്പോൾ AITUC വിട്ടുനിന്നു. KCB ലിമിറ്റഡ് എന്ന കമ്പനി രൂപീകരിച്ച് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. KCBയുടെ ആസ്തി ബാധ്യതകൾ പുതിയ കമ്പനിയിൽ നിക്ഷിപ്തമാക്കാനും തൊഴിലാളികളെ കൈമാറാനുമായി ത്രികക്ഷി കരാറിൽ ഏർപ്പെടുമെന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. ഇതനുസരിച്ചുള്ള കരാറാണ് ഇന്ന് നിലവിൽ വന്നത്. ഇത് പ്രകാരം ബോർഡിന്റെ ആസ്തികൾ കമ്പനിയിൽ നിക്ഷിപ്തമായി. കമ്പനി ഒന്നാണെങ്കിലും ഉൽപാദനം, വിതരണം, പ്രസരണം എന്നിങ്ങനെ 3 പ്രത്യേക വിഭാഗങ്ങൾ കമ്പനിയിലുണ്ടാകും. ജീവനക്കാരുടെ പെൻഷനായി പുതിയ ഫണ്ട് രൂപീകരിക്കും. INTUC, CITU യൂണിയനുകൾ കരാറിൽ ഒപ്പിട്ടു. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതാണ് കരാറെന്നാണ് CITUവിന്റെ വാദം. ഇടതുപക്ഷത്തിന്റെ കാലഘട്ടത്തിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള വ്യവസ്ഥകൾ ഈ പറയുന്ന ആവശ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിലെ വ്യവസ്ഥകൾ ഈ രീതിയിൽ ക്രമപ്പെടുത്തിക്കൊണ്ട് ഒരു ട്രൈ പാർട്ടി എഗ്രിമെൻ്റ്, ഒരു ത്രികക്ഷി കരാർ എന്ന നിലയിൽ വന്നപ്പോൾ ഞങ്ങളതിൽ ഇന്ന് ഒപ്പുവെച്ചിട്ടുണ്ട്. എന്നാൽ ആശങ്കകൾ തുടരുന്നതിനാൽ കൂടുതൽ ചർച്ചകൾ ആവശ്യമാണെന്ന് AITUC പറയുന്നു. അങ്ങനെ അപ്രായോഗികമായ പെൻഷൻ പദ്ധതി അടക്കം മാറ്റിവെച്ചുകൊണ്ട് ഇതിനെല്ലാം ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് നൽകാനുണ്ട്. അത്തരം മാറ്റങ്ങൾ ഇതിൽ വരുത്തിക്കൊണ്ട് വേണം ഈ കൈമാറ്റ പദ്ധതിയും ത്രികക്ഷി കരാറും പൂർത്തിയാക്കേണ്ടതെന്നാണ് ഞങ്ങളുടെ ആക്ഷേപം. അത് ഇപ്പോഴും നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഒപ്പിടിക്കൽ പരിപാടിയിൽ നിന്ന് വിട്ടുതന്നത്. BMSും കരാറിൽ ഒപ്പിട്ടിട്ടില്ല. കരാറിൽ ഒപ്പിടാൻ ഇനിയും 3 മാസത്തെ സമയമുണ്ട്. മീഡിയ 1, തിരുവനന്തപുരം. കൊച്ചി ബ്ലാക്ക്മെയിൽ കേസിലെ പ്രതികളായ ബിന്ദിയെയും റുക്സാനയെയും വീണ്ടും അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ്. ബ്ലാക്ക്മെയിൽ കേസിലെ മുഖ്യപ്രതി ജയചന്ദ്രനോടൊപ്പം ഇരുവരെയും ചോദ്യം ചെയ്യാനാണ് വീണ്ടും അറസ്റ്റ് ചെയ്യുന്നത്. കേസിൽ ഇരുവരും ജാമ്യത്തിലിറങ്ങിയിരുന്നു. അതിനാൽ തന്നെ മറ്റു കേസിൽ ഉൾപ്പെടുത്തി അറസ്റ്റ് ചെയ്തതിനു ശേഷം ജയചന്ദ്രനോടൊപ്പം ചോദ്യം ചെയ്യാനാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ശ്രമം. ഇവർക്കായുള്ള തെരച്ചിൽ പോലീസ് ആരംഭിച്ചു. ബിന്ദിയെയും റുക്സാനയും മുമ്പ് താമസിച്ചിരുന്ന കൊല്ലം, ആലപ്പുഴ, ഫോർട്ട് കൊച്ചി പ്രദേശങ്ങളിലാണ് തിരച്ചിൽ. വെഞ്ഞാറമൂട് സ്വദേശി രവീന്ദ്രന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇരുവർക്കുമെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി. ഈ കേസിലാണ് ഇവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ശ്രമിക്കുന്നത്. ബ്ലാക്ക്മെയിൽ കേസിലെ മുഖ്യപ്രതിയായ ജയചന്ദ്രന്റെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കുകയാണ്. ഇതിനു മുമ്പ് റുക്സാനയും ബിന്ദിയെയും അറസ്റ്റ് ചെയ്താൽ മാത്രമേ 3 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ സാധിക്കൂ. ബ്ലാക്ക്മെയിൽ കേസിൽ കൂടുതൽ ഉന്നതർക്ക് പങ്കുണ്ടെന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ 3 പേരെയും ഒരുമിച്ചിരുത്തിയും പ്രത്യേകവും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. റുക്സാനയുടെയും ബിന്ദിയയുടെയും മൊബൈൽ ഫോണുകൾ കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി ഓഫ് ചെയ്തിരിക്കുകയാണ്. അതിനാൽ തന്നെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം മരവിച്ചിരിക്കുകയാണ്. സുഹൃത്തുക്കളുടെ മൊബൈൽ ഫോണുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണിപ്പോൾ നടക്കുന്നത്. ഇതിനിടെ റുക്സാനയും ബിന്ദിയയും സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യത്തിനായി ശ്രമിക്കുന്നുണ്ട്. സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചാൽ ഹൈക്കോടതിയെയും സമീപിച്ചേക്കും. ജാമ്യം ലഭിച്ചാൽ മാത്രമേ ഇരുവരും പുറത്തു വരികയുള്ളൂ എന്നാണ് സൂചന. മീഡിയ 1, കൊച്ചി. ബ്ലാക്ക്മെയിലിംഗ് ഗൂഢാലോചന നടത്തിയത് ചെലവന്നൂരിലെ റുക്സാനയുടെ ഫ്ളാറ്റിൽ വെച്ചാണെന്ന് കേസിലെ 5ാം പ്രതിയായ ജയചന്ദ്രൻ പോലീസിന് മൊഴി നൽകി. ജയചന്ദ്രനെ കൂട്ടുപ്രതികളുടെ വീടുകളിലും ഓഫീസുകളിലും കൊണ്ടുപോയി പോലീസ് തെളിവെടുത്തു. ജയചന്ദ്രന്റെ പോലീസ് കസ്റ്റഡി നാളെ അവസാനിക്കും. ബ്ലാക്ക്മെയിലിംഗ് ഗൂഢാലോചനയിൽ തനിക്ക് വ്യക്തമായ പങ്കുണ്ടെന്ന് കേസിലെ 5ാം പ്രതിയായ ജയചന്ദ്രൻ പോലീസിന് മൊഴി നൽകി. കേസിലെ 1ാം പ്രതിയായ റുക്സാനയുടെ ചിലവന്നൂരിലുള്ള ഫ്ളാറ്റിൽ വെച്ചാണ് ഗൂഢാലോചന നടത്തിയത്. ഫെബ്രുവരിയിൽ 2 ദിവസം റുക്സാനയുടെ ഫ്ളാറ്റിൽ താമസിച്ചുകൊണ്ടാണ് തട്ടിപ്പിന് രൂപം നൽകിയത്. പ്രത്യേകം പട്ടിക തയ്യാറാക്കിയാണ് ബ്ലാക്ക്മെയിലിംഗിന് തുടക്കമിട്ടത്. പോലീസ് കസ്റ്റഡിയിലുള്ള ജയചന്ദ്രനെ റുക്സാനയുടെ ഫ്ളാറ്റിലും ബിന്ദി താമസിച്ചിരുന്ന കാക്കനാട്ടെ വാടക വീട്ടിലും എത്തിച്ചും പോലീസ് തെളിവെടുത്തു. മണിക്കൂറുകൾ നീണ്ട തെളിവെടുപ്പിൽ കേസിലെ 3ാം പ്രതിയായ അഡ്വക്കേറ്റ് സനലന്റെ പച്ചാളത്തെ വീട്ടിലും ഹൈക്കോടതി ജംഗ്ഷനിലെ പഴയ ഓഫീസിലും പോലീസ് പ്രതിയുമായി എത്തി തെളിവെടുത്തു. അതിനിടെ രവീന്ദ്രന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കേസെടുക്കുമെന്ന് വന്നതോടെ പ്രതികളായ റുക്സാനയും ബിന്ദിയയും ഒളിവിൽ പോയി. ജയചന്ദ്രന്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന ശനിയാഴ്ചയ്ക്ക് മുമ്പ് തന്നെ മൂവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള പോലീസിന്റെ ശ്രമങ്ങൾക്ക് ഇത് തിരിച്ചടിയായിട്ടുണ്ട്. സനൂപ് ശശിധരൻ, മീഡിയ 1, കൊച്ചി.
ഓപ്പറേഷൻ കുബേരയ്ക്ക് ശേഷം ആഭ്യന്തര വകുപ്പ് പുതിയ പദ്ധതി ആവിഷ്കരിക്കുന്നു. മയക്കുമരുന്ന് മാഫിയയെ ലക്ഷ്യം വെച്ചാണ് എക്സൈസ് വകുപ്പുമായി സഹകരിച്ച് പുതിയ പദ്ധതി. അതേസമയം ആഭ്യന്തര വകുപ്പിന്റെ നിർഭയ കേരളം സുരക്ഷിത കേരളം പദ്ധതിക്ക് കൊച്ചിയിൽ തുടക്കമായി. സ്ത്രീ സുരക്ഷയും ശാക്തീകരണവും ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന നിർഭയ കേരളം സുരക്ഷിത കേരളം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വകുപ്പിന്റെ പുതിയ ആശയം പ്രഖ്യാപിച്ചത്. കൊച്ചിയിൽ ആഡംബര നൗകയിൽ നടന്ന നിശാ പാർട്ടിയിൽ മദ്യവും കഞ്ചാവും പിടിച്ചെടുത്തതിന്റെ പശ്ചാത്തലത്തിലാണ് പദ്ധതി ആവിഷ്കരിക്കുന്നത്. ഇതിനായി ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് ആഭ്യന്തര വകുപ്പിലെയും എക്സൈസ് വകുപ്പിലെയും ഉന്നത ഉദ്യോഗസ്ഥർ വകുപ്പ് മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ യോഗം ചേരും. മയക്കുമരുന്ന് മാഫിയയെ ലക്ഷ്യം വെക്കുന്ന പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ നടൻ മമ്മൂട്ടിയായിരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഒരു തലമുറയെ നാശത്തിലേക്ക് നയിക്കുന്ന ഇവർക്കെതിരായിട്ടുള്ള ഈ മാഫിയകൾക്കെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടം ഇന്ന് നമ്മുടെ പോലീസ് വകുപ്പും എക്സൈസ് വകുപ്പും സംയുക്തമായി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ പരിപാടിയുടെ ബ്രാൻഡ് അംബാസഡറായി ഇരിക്കാമെന്ന് പ്രശസ്ത സിനിമാ താരം ശ്രീ മമ്മൂട്ടി സമ്മതിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ കുബേരയ്ക്ക് ലഭിച്ച പിന്തുണയാണ് ആഭ്യന്തര വകുപ്പ് പുതിയ പദ്ധതി ആവിഷ്കരിക്കുന്നതിന് പിന്നിൽ. നിർഭയ കേരളം സുരക്ഷിത കേരളം പദ്ധതി ആദ്യഘട്ടത്തിൽ തന്നെ സംസ്ഥാനത്തെ മുഴുവൻ കോർപ്പറേഷൻ പരിധികളിലും വ്യാപിപ്പിക്കും. കൊച്ചിയിൽ നടന്ന പരിപാടിയിൽ നടി രമ്യ നമ്പീശൻ മുഖ്യാതിഥിയായിരുന്നു. മീഡിയ 1 കൊച്ചി. കൊച്ചി ബ്ലാക്ക് മെയിലിംഗ് കേസിൽ സർക്കാരിന് മേൽ സമ്മർദ്ദമില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അന്വേഷണം സത്യസന്ധമായി നടക്കുന്നുണ്ട്. കേന്ദ്ര നാർക്കോട്ടിക് നിയമം ഭേദഗതി ചെയ്യാൻ ശുപാർശ ചെയ്യുമെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. സർക്കാരിന്റെ മേൽ ഒരു സമ്മർദ്ദവുമില്ല. സത്യസന്ധമായ അന്വേഷണമാണ് നടക്കുന്നത്. യഥാർത്ഥ പ്രതികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനുള്ള എല്ലാ നടപടികളും ഗവൺമെന്റ് സ്വീകരിക്കുന്നതാണ്. ഇതിനകത്ത് നിഷ്പക്ഷവും നീതിപൂർവമായ നിലയിലുള്ള അന്വേഷണം മാത്രമേ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയുള്ളൂ. അതിൽ ഒരു ആശങ്കയുടെയും ആവശ്യമില്ല. മയക്കുമരുന്ന് മാഫിയക്കെതിരായിട്ടുള്ള ഒരു വലിയ പോരാട്ടമാണ് ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരം നിയമവിരുദ്ധമായ എല്ലാ പ്രവർത്തനങ്ങളെയും ശക്തമായി തന്നെ നേരിടാനും നിയമപരമായ നിലയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുമാണ് തീരുമാനിച്ചിട്ടുള്ളത്. കൊച്ചിയിൽ ഇതര സംസ്ഥാന തൊഴിലാളിക്ക് പോലീസിന്റെ ക്രൂരമർദ്ദനം. മർദ്ദനത്തെ തുടർന്ന് അസം സ്വദേശിയുടെ പ്ലീഹ നീക്കം ചെയ്തു. സംഭവം പുറത്തറിയാതിരിക്കാൻ ആശുപത്രി ചെലവ് വഹിക്കുന്നത് പോലീസ് തന്നെയാണ്. മർദ്ദനത്തെ തുടർന്ന് ശ്വാസകോശത്തിനും പ്ലീഹയ്ക്കും സാരമായ പരിക്കുകളോടെയാണ് റാത്തുലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആന്തരിക രക്തസ്രാവവും ഉണ്ടായിരുന്നു. തുടർന്ന് ഉടനടി ശസ്ത്രക്രിയ നടത്തി. 2 ശസ്ത്രക്രിയകൾക്ക് ശേഷം ഒരാഴ്ചയിലധികമായി റാത്തുൽ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. സഹായത്തിനുള്ളത് സുഹൃത്തു മാത്രം. കഴിഞ്ഞ ജൂലൈ 22-നാണ് മൊബൈൽ മോഷണം ആരോപിച്ച് പറവൂർ വടക്കേക്കര പോലീസ് റാത്തുലിനെ പിടിച്ചുകൊണ്ടുപോയത്. രാവിലെ 8 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷം ക്രൂരമർദ്ദനം. എന്നാൽ കേസുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് പറഞ്ഞുവെങ്കിലും ആരും ചെവിക്കൊണ്ടില്ലെന്ന് റാത്തുൽ പറയുന്നു. मैं कुछ गलत काम नहीं किया, कुछ भी पता नहीं उसका पास मैं क्या गलती किया कोई भी सबूत नहीं है, लेकिन वो आदमी मेरा बात फॉल्स बोल लिया, इसलिए मेरे को पकड़ा पुलिस. മർദ്ദനത്തെ തുടർന്ന് അവശനായ ഇയാളെ പോലീസ് തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. കൈകാലുകളിലും മുതുകിലും രാത്രിപ്രയോഗത്തിന്റെ പാടുകൾ ഇപ്പോഴുമുണ്ട്. കേസിനെക്കുറിച്ചോ മർദ്ദനം സംബന്ധിച്ച് പ്രതികരിക്കാനോ പോലീസ് തയ്യാറല്ല. അസാമിലെ ലക്കിംപൂർ സ്വദേശിയായ റാത്തുൽ 2 വർഷം മുൻപാണ് കേരളത്തിലെത്തിയത്. പറവൂർ വെടിമറ ഇഷ്ടികക്കളത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇയാൾ. നാട്ടിൽ റാത്തുലിന്റെ മടങ്ങിവരവും പ്രതീക്ഷിച്ചുള്ള കാത്തിരിപ്പിലാണ് ഭാര്യയും കുഞ്ഞും. മീഡിയ 1 കൊച്ചി. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ പ്രശ്നപരിഹാരങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി യോഗം വിളിച്ചു. മന്ത്രി MK മുനീറാണ് ഇക്കാര്യം അറിയിച്ചത്. അടുത്ത ആഴ്ചയായിരിക്കും യോഗം. ആശുപത്രിക്ക് പ്രത്യേക ഫണ്ട് അനുവദിക്കാൻ ധാരണയായിട്ടുണ്ടെന്നും മന്ത്രി മുനീർ പറഞ്ഞു. അടിസ്ഥാന സൗകര്യത്തിലെ അപര്യാപ്തത മൂലം ക്രിമിനൽ സ്വഭാവമുള്ള അന്തേവാസികളെ രോഗം കുറഞ്ഞവർക്കൊപ്പം പാർപ്പിച്ചത് മീഡിയ 1 നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. മുഖ്യമന്ത്രി അടുത്ത ആഴ്ച കുതിരവട്ടം ഇഷ്യൂ മാത്രം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി യോഗം വിളിക്കാമെന്ന് എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അതിൽ കുതിരവട്ടത്തിൻ്റെ എലാബറേഷൻ, അതായത് കുറച്ചുകൂടി കെട്ടിടങ്ങൾ ഉണ്ടാക്കാനും അവിടുത്തെ സൗകര്യം വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ട് പ്രത്യേക ഫണ്ട് നമുക്ക് വേണ്ടിയിട്ട് നൽകാമെന്നുള്ള ഒരു ധാരണയിൽ ആ യോഗം വരുന്ന ഒരു ആഴ്ചക്കുള്ളിൽ വിളിക്കും. അതിനുശേഷം വീണ്ടും മീഡിയ 1-നെ സമീപിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ്